ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ജനാബ് എന്ന് പറയുന്നത് അങ്ങനെ സീനിയർ ആണെങ്കിലും പുതിയ ആളെ പോലെ ഓരോ സിനിമയിലും വർക്ക് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എത്രയോ വർഷമായിട്ട് ഒരുപാട് അച്ഛൻ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഈ ടൈപ്പ് ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പലപ്പോഴും നമ്മളെപ്പോഴും നോക്കുകയാണ്, നമുക്കും ഒരേപോലത്തെ കഥാപാത്രങ്ങളാണ് കുറച്ച് എന്തെങ്കിലും സിനിമകളിൽ ഇങ്ങനെ കിട്ടി തുടങ്ങുക. സിമിലർ ആയിട്ടുള്ള നേരത്തെ ഷാജ പറഞ്ഞ പോലീസ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ചില സിമിലാരിറ്റീസ് ഇങ്ങനെ ക്യാരക്ടേഴ്സിൽ വന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിട്ട് നമുക്ക് പെർഫോം ചെയ്യാന്നുള്ളതിനൊക്കെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കുട്ടേട്ടൻ. എനിക്ക് മുമ്പ് നമ്മൾ തെലങ്കേട്ടനെ കണ്ടിട്ടുണ്ട്. ഒരു പള്ളിയിൽ ചെന്ന് അടുത്ത പള്ളിയിൽ ചെന്ന് ഒരു ബന്ധം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറിൽ നിന്ന് അടുത്ത പോലീസ് ഓഫീസർ കാണുമ്പോൾ ഒരു ബന്ധം ഉണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ വ്യത്യസ്തമായിട്ടാണ് അവർ ക്യാരക്ടേഴ്സിനെ ഉൾക്കൊണ്ട് ചെയ്യാറുള്ളത്. അപ്പൊ ആ നിലയ്ക്ക് അതുപോലെ തന്നെയാണ് കുട്ടേട്ടൻ്റെ കാര്യത്തിലും. കുട്ടേട്ടൻ അങ്ങനെയാണ്. അതിനു വേണ്ടിയിട്ട് കുട്ടേട്ടൻ ഞാനിപ്പോൾ എപ്പോഴും അത്ഭുതപ്പെടുന്നത്, ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഇത്രയും സിനിമകൾ ചെയ്തിട്ടും ഒരു സിനിമയ്ക്ക് സെറ്റിൽ രാവിലെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്ക് തൻ്റെ സീനോടും ആ ക്യാരക്ടറിനോടും ഒക്കെയുള്ള കൗതുകവും എക്സൈറ്റ്മെന്റും ഒക്കെ ഭയങ്കര വലുതാണ്. അതിന്റെ കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി പിടിവാശി ഞാൻ ഉദ്ദേശിച്ചത് കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് അല്ലെങ്കിൽ അതിന്റെ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയധികം ആർഗ്യൂ ചെയ്യുകയും ശ്രമിക്കുകയും അതിൽ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ആക്ടർ എന്നതിൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണുള്ളത്. അത് ഏതൊരു ആക്ടർക്ക് മാതൃകയാക്കാവുന്ന സീനിയർ നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം.